ഹായ് ഹലോ, സുമം ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിവിൻ്റെ വഴിയിലൂടെയാണ്. നോവലായിട്ടും പഠന സഹായത്തിനായിട്ടും ചെറുകഥകളായിട്ടും ആത്മകഥകളായിട്ടും ഈ ഒരു ലൈബ്രറിയിൽ ഏകദേശം 10,000-ഓളം ബുക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ്. നമ്മൾ ദേശീയ വായനാ ദിനമായി ആഘോഷിക്കുന്നത് ജൂൺ 19-നാണ്. ശ്രീ P.N. പണിക്കരുടെ സ്മരണാർത്ഥം ആചരിക്കപ്പെടുന്നു ഈ ഒരു ജൂൺ 19. കാരണം P.N. പണിക്കർ എന്ന വ്യക്തി കേരളത്തിലെ വായനാ പ്രചാരണത്തിനും ലൈബ്രറി മൂവ്മെൻറ്റിനും ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ്. വായിച്ചാൽ വിജയം എന്ന സന്ദേശം പ്രചരിപ്പിച്ച അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച് വായനാശീലം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. 1996-ലാണ് ജൂൺ 19 വായനാ ദിനമായി ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി അന്താരാഷ്ട്ര ലിറ്ററസി സാക്ഷരതാ ദിനമെന്ന് പറയുന്നത് സെപ്റ്റംബർ 8-നാണ്. യുനെസ്കോ ആണ് ഈ ദിനം 1967-ലാണ് ഈ ഒരു ദിവസം സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്. അക്ഷരമാലയുടെ പ്രാധാന്യം വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ലോകത്തിനും ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് അന്താരാഷ്ട്ര വായനാ ദിനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അക്ഷരമാല മനുഷ്യാവകാശമായും സാമൂഹികമായും സാമ്പത്തികമായും പുരോഗതിയുടെ അടിസ്ഥാനവുമായും കാണപ്പെടുന്നു. വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാം എന്ന സന്ദേശം ഈ ദിനം നൽകുന്നു. അക്ഷരതയുടെ പ്രാധാന്യത്തെപ്പറ്റി ലോകമെമ്പാടും ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഏപ്രിൽ 23-ാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. 1995-ൽ യുനെസ്കോ വഴി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ ദിവസം. ഇറ്റലിയിൽ നിന്നുള്ള എഴുത്തുകാരൻ VM എന്ന ആളുടെ സ്മരണാർത്ഥമാണ് 23 ഏപ്രിൽ വേൾഡ് ബുക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത എന്നത് ഇന്ത്യയിൽ 1988-ൽ ആരംഭിച്ച ഒരു ദേശീയ പ്രക്ഷേപണമാണ്. ഇതിൻ്റെയും ലക്ഷ്യം രാജ്യത്തെ മുഴുവൻ പൗരന്മാരെ സാക്ഷരരാക്കുക എന്നതാണ്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ പ്രചാരണത്തിൻ്റെ പ്രസ്ഥാനം 1990-കളിൽ ശക്തമായി തുടങ്ങിയത്. കേരളം ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരമായ സംസ്ഥാനമായിട്ടുണ്ട്. എന്നാൽ ഈ പ്രചാരണം ഒരു സർവ്വജനീയമായ സാക്ഷരത ഉറപ്പാക്കാനും ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും വേണ്ടിയുള്ളതാണ്. വളർന്നു വരുന്ന തലമുറയെ വായനാശീലവും നമുക്ക് വളർത്തിയെടുക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ. സീ യു.